വണ്ടി ഒരു വലിയ വിഷയമല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു 8 മാസം മുന്നേ എൻ്റെ ഒരു വണ്ടി 8-9 മാസമായി ഉണ്ടാവും. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഫുൾ വണ്ടി കത്തിപ്പോയതാ. ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞു. അത് ഡ്രൈവർ ചെയ്ത ഒരു അബദ്ധത്തിന് ഫുൾ ലോറി ലോഡോട് കൂടി കത്തിപ്പോയി. എനിക്കതിന് ഇൻഷുറൻസ് പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. ആകെ എത്ര കിട്ടിയത്? 2,35,000 അങ്ങനത്തെ ആകെ. ചാടിക്കാനുള്ള പൈസ ആയി. നമുക്കതൊരു വിഷയമല്ല. ഞാനിതൊന്നും വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല, ഞാനിതൊന്നും കൊണ്ടുപോകില്ല. പോകുമ്പോൾ എന്തെങ്കിലും ബാക്കിൻ്റെ മക്കൾക്ക് കൊടുത്തു പോകും, അത്ര തന്നെ. ഞാനിത് കാണാൻ ഞാൻ കുറേ ആൾക്കാർ ഇതിൽ കണ്ണപ്പണുണ്ട്, ചന്ദനുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്, എന്തൊക്കെയാ പറഞ്ഞത്. ഇതവിടെ പൊളിച്ച് വെച്ചിക്കണ്. എല്ലാവരും ഇത് നോക്കിക്കോട്ടെ. എല്ലാവരും നോക്കി മതിമറന്ന് നോക്കി പരിശോധിച്ച് ചെക്ക് ചെയ്യട്ടെ. എൻ്റെ ജീവിതം കുഴഞ്ഞാട്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് അത്. അത്രമാത്രം ഞാൻ പ്രയാസപ്പെട്ടിരിക്കണ ഈ വിഷയത്തിൽ. അത് ആദ്യം മുതലേ പറഞ്ഞത് അർജുനെ കിട്ടണം, അർജുൻ ഈ ക്യാബിനകത്തുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം തെറ്റിയിട്ടില്ല. ഞാൻ അന്നേ പറയുന്നുണ്ട്, വണ്ടിക്കൊന്നും കൂടുതൽ പരിക്കില്ല. പരിക്കുണ്ടോ വെച്ചാൽ ഉണ്ട്. ഞാൻ പറയണത് നമുക്ക് മറ്റു വണ്ടികൾ കിട്ടിയത് കണ്ടില്ലേ, ഇഞ്ചിൻ്റെ ഉള്ളിലുള്ളതും ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളാണ് പുറത്ത് വന്ന് കിടക്കണേ. ആ സമയത്ത് നമ്മളെ വണ്ടിക്ക് അധികം പരിക്കില്ല. നമ്മളെ വണ്ടീൻ്റെ പരിക്ക് വരേണ്ട സമയത്ത് നമ്മളെ ആ മരം താങ്ങിക്കിന്. അതുകൊണ്ട് അത്ര പരിക്ക് കുറവ്. മറ്റു വണ്ടി ആയതിൻ്റെ മാതിരി ഒന്നും ആയിട്ടില്ല. ഈ വണ്ടി ഒരു വലിയ വിഷയമല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു 8 മാസം മുന്നേ എൻ്റെ ഒരു വണ്ടി 8-9 മാസമായി ഉണ്ടാവും. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഫുൾ വണ്ടി കത്തിപ്പോയതാ. ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞു. അത് ഡ്രൈവർ ചെയ്ത ഒരു അബദ്ധത്തിന് ഫുൾ ലോറി ലോഡോട് കൂടി കത്തിപ്പോയി. എനിക്കതിന് ഇൻഷുറൻസ് പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. ആകെ എത്ര കിട്ടിയത്? 2,35,000 അങ്ങനത്തെ ആകെ. ചാടിക്കാനുള്ള പൈസ ആയി. നമുക്കതൊരു വിഷയമല്ല. ഞാനിതൊന്നും വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല, ഞാനിതൊന്നും കൊണ്ടുപോകില്ല. പോകുമ്പോൾ എന്തെങ്കിലും ബാക്കിൻ്റെ മക്കൾക്ക് കൊടുത്തു പോകും, അത്ര തന്നെ. ഞാൻ ഇതിലൊന്നും ബേജാറാവില്ല. എൻ്റെ പണം നഷ്ടപ്പെടുന്നതൊക്കെ സ്ഥിരമായ എനിക്ക് അനുഭവമുള്ള പണത്തിനേക്കാളും മേലെയുള്ള സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി. ഇതൊന്നും ഒരു വിഷയമല്ല. ഇതിന് ഇൻഷുർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും വിഷയമല്ല. ഞാൻ അവതോടുകൂടി ഉണ്ടല്ലോ, നമുക്ക് നയിച്ചുണ്ടാക്കാം. പക്ഷെ എന്താണെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയും. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. ആ മനുഷ്യനെ, ആ മനുഷ്യത്വം, ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാധനം. ആ തിരിച്ചുപിടുത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ തിരിച്ചുപിടുത്തത്തിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോഴാണ് കുറേ ആൾക്കാർ മതത്തിനെ കുറ്റം പറയാനും, എൻ്റെ പേരിന് പ്രശ്നവും, എൻ്റെ ജാതിക്ക് പ്രശ്നവും, എന്തിനൊക്കെ ഇവർക്ക് പ്രശ്നം, അതിന് എങ്ങനെയൊക്കെ തളർത്താൻ കഴിയുമോ, ഒന്നും തളരുന്ന കൂട്ടത്തിലുള്ളതല്ല.